Hi friends, welcome to the video. Now, we will check the Toyota Fortuner. Customer complaint is that horn work on complaint. We will check the horn work on the steering wheel control, audio good nest edition. പിന്നെ മോഡ് സെലക്ട് ചെയ്യണ ഈ സ്വിച്ചുകളൊന്നും വർക്ക് ആവണില്ല. അതായത് സ്റ്റിയറിംഗ് വീലിലെ ഫുള്ള് സ്വിച്ചും കാര്യങ്ങളൊന്നും വർക്ക് ആവണില്ല, ഹോൺ വർക്ക് ആവണില്ല, സ്വിച്ചും കാര്യങ്ങളൊന്നും വർക്ക് ആവണില്ല. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്പൈറിംഗ് കേബിൾ അല്ലാന്നുണ്ടെങ്കിൽ ക്ലോക്ക് സ്പ്രിങ്. അപ്പൊ ഇതാണ് കംപ്ലൈന്റ്. നമുക്ക് അതിന്റെ ക്ലോക്ക് സ്പ്രിങ് അഴിച്ചു മാറ്റണം, പുതിയത് ഓർഡർ ചെയ്തിട്ടുണ്ട്, പുതിയ അഴിച്ചു മാറ്റണം. അപ്പൊ ആ ക്ലോക്ക് സ്പ്രിങ് പോയി കഴിഞ്ഞാലാണ് ഈ കംപ്ലൈന്റ് വരിക കേട്ടോ. അതായത് ഹോൺ വർക്ക് ആവില്ല, പിന്നെ സ്റ്റിയറിംഗ് വീലിലെ മുകളിലുള്ള ആ ഫുള്ള് സ്വിച്ച് ഉണ്ടല്ലോ അതൊന്നും വർക്ക് ആവില്ല. അപ്പൊ ഈ ഒരു ക്ലോക്ക് സ്പ്രിങ് പോയി കഴിഞ്ഞാൽ ആ സംഭവങ്ങളൊന്നും വർക്ക് ആവില്ല. അപ്പൊ ഈ ക്ലോക്ക് സ്പ്രിങ് എങ്ങനെ അഴിക്കേണ്ടതെന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഹോൺ അടിക്കുന്ന സമയത്ത് ഹോൺ അടിക്കണില്ല, പിന്നെ സ്റ്റീരിയോൻ്റെ സ്വിച്ച് നെസ്റ്റ് മാറ്റുന്ന സമയത്ത് നെസ്റ്റ് ആവണില്ല, പ്രീവിയസ് ആവണില്ല, മോഡുകളൊന്നും സെലക്ട് ചെയ്യാൻ പറ്റണില്ല കേട്ടോ. അപ്പോൾ ക്ലോക്ക് സ്പ്രിങ് പോയി കഴിഞ്ഞാൽ ഇത്രയും സംഭവം വർക്കാവില്ല കേട്ടോ. പിന്നെ എയർ ബാഗ് വർക്കാവില്ല കേട്ടോ, പ്രധാനപ്പെട്ടാണ് എയർ ബാഗ് വർക്കാവില്ല, സ്വിച്ചുകളും കാര്യങ്ങളൊന്നും വർക്കാവില്ല, ഹോൺ ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് എയർ ബാഗില്ല ആ വണ്ടികളിൽ ഹോൺ വർക്കാവണില്ല എന്നുണ്ടെങ്കിൽ നേരെ അപ്പുറത്തെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വർക്ക് ഉണ്ടാവും നോക്കുക. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്ലോക്ക് സ്പ്രിങ് കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എയർ ബാഗ് അഴിക്കണം ആദ്യം. ബൈക്കിൽ ഇവിടെ ഒരു പാഡ് ഉണ്ടായിരിക്കും. ആ പാഡ് അഴിച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 30 ഫ്ലവറിൻ്റെ സ്ക്രൂ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് രണ്ടും അഴിക്കുക. അത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ ബാഗിന് പുറത്തേക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളത് അഴിക്കാൻ പോകുന്നത് 30 ഫ്ലവർ സ്ക്രൂ ആണ് വരുന്നത്. അപ്പോൾ അത് അഴിക്കുക. അത് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് എയർ ബാഗ് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. സാധാ ഹോൺ പാഡ് അല്ല, എയർ ബാഗ് ഉണ്ടാകുന്ന സമയത്ത് സ്ക്രൂ വെച്ചിട്ട് ഫിറ്റ് ചെയ്ത് അല്ല, അതുണ്ടെങ്കിൽ തെറിച്ച് പോരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സ്ക്രൂ ഉണ്ടാവും. അപ്പോൾ 2 സ്ക്രൂ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോൺ പാഡ് വിത്ത് എയർ ബാഗാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ആ എയർ ബാഗ് പുറത്തേക്ക് എടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഴിക്കാൻ. അപ്പോൾ നമ്മൾ 2 സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. പിന്നെ ഹോൺ പാഡ് നേരെ ബാക്കിലേക്ക് എടുത്താൽ മതി. അപ്പോൾ ആദ്യം പിന്നെ അഴിക്കേണ്ടത് എയർ ബാഗിൻ്റെ ആ ഒരു സോക്കറ്റാണ് കേട്ടോ. ആ സോക്കറ്റ് അഴിക്കണം. സോക്കറ്റ് അഴിക്കണമെങ്കിൽ ആ ഒരു മഞ്ഞ ഇത് കണ്ടോ, ആ ലോക്കൊന്ന് ആദ്യം മുകളിലേക്ക് പൊക്കി വെക്കണം. എന്നിട്ട് വേണം സോക്കറ്റ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. സോക്കറ്റ് ചിലപ്പോൾ ചിലത് നല്ല ടൈറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ജസ്റ്റ് ആ കണക്ട് വെച്ചിട്ട് തിക്കി കൊടുത്താൽ മതി കേട്ടോ, അപ്പോൾ പോരും. അപ്പോൾ അത് അഴിച്ചതിന് ശേഷം നേരെ അതിൻ്റെ അടിയിൽ ഒരു ഹോണിലേക്കില്ല ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും കേട്ടോ. ആ ഒരു വയറും കൂടി അഴിച്ചെടുക്കണം. ഇപ്പോൾ എയർ ബാഗിൻ്റെ സോക്കറ്റ് അഴിച്ചിട്ടുണ്ട്. ഇനി നേരെ ഹോണിൻ്റെ അതാ ഒരു വയറ് അതും കൂടി അഴിച്ചെടുക്കണം. അത് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ എയർ ബാഗിൻ്റെ അസംബ്ലി അവിടെ മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ ഇത് സ്പൈറിംഗ് കേബിളിലേക്ക് ഒരു വയർ പോയിട്ടുണ്ടായിരിക്കും. അത് ഈ ഹോണിലേക്കുള്ള വയറും പിന്നെ എയർ ബാഗിലേക്കുള്ള വയറും കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടോ. പിന്നെ സ്റ്റീരിയോൻ്റെ സ്വിച്ചുകൾക്കുള്ള കണക്ഷൻ കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷം ഇനി അഴിക്കേണ്ടത് നമ്മൾ സ്റ്റിയറിംഗ് വീൽ അഴിക്കണം കേട്ടോ. സ്റ്റിയറിംഗ് വീലിൻ്റെ അടിയിലാണ് ഈ സ്പൈറിംഗ് കേബിൾ ഇരിക്കുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് വീൽ അഴിക്കണം. സ്റ്റിയറിംഗ് വീൽ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പൈറിംഗ് കേബിൾ എടുക്കാൻ പറ്റുള്ളൂ. ആ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കട്ടെ. എല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്ക്. അപ്പോൾ നമ്മൾ ഞെട്ടയച്ചിട്ടുണ്ട്. ഇനി സ്റ്റിയറിംഗ് വീൽ അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ സ്റ്റിയറിംഗ് വീൽ ടൈറ്റ് ആയതുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പോകില്ല. അതേപോലെ ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് ഒരു മേട്ടം കൊടുത്താൽ മതി, അത് പോരും. ഇന്നോവേൻ്റെയും ഫോർച്യൂണറിൻ്റെ അങ്ങനെ ടൈറ്റ് വരാല്ല. അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് പോരും കേട്ടോ. അപ്പോൾ സ്റ്റിയറിംഗ് വീല് പോകുന്നുണ്ട്. ഇതെടുത്ത് മാറ്റി വയ്ക്കുക. ആ വയറും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ആ ബ്ലാക്ക് ഇത് കാണുന്നതാണ് സ്പൈറിംഗ് കേബിൾ, അല്ലാന്നുണ്ടെങ്കിൽ ക്ലോക്ക് സ്പ്രിങ്. ഇനി ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ പാഡും കൂടി അഴിക്കാം കേട്ടോ. ആ പാഡ് അഴിക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 3 സ്ക്രൂ ഉണ്ടായിരിക്കും. ഈ സ്ക്രൂ അഴിക്കുക. നേരെ പുറത്തൊരു സ്ക്രൂ ഉണ്ടായിരിക്കും, നേരെ അടിയിലും ഒരു സ്ക്രൂ ഉണ്ടായിരിക്കും. അപ്പോൾ ആ സ്ക്രൂ കൂടി അഴിച്ചെടുക്കുക. അപ്പോൾ 2ാമത്തെ സ്ക്രൂ അഴിച്ചിട്ടുണ്ട്. ഇനി അടിയത്തെ സ്ക്രൂ കൂടി അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക് സ്പ്രിങ് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ലാസ്റ്റത്തെ സ്ക്രൂ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലോക്ക് സ്പ്രിങ്ങിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം, അല്ലാതെ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ആ പാഡ് അഴിക്കാം കേട്ടോ. ആ സ്ക്രൂ കാര്യങ്ങളൊക്കെ അഴിച്ചു. ഇനി നേരെ പാഡ് അഴിച്ച് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ക്ലോക്ക് സ്പ്രിങ് കാണാൻ പറ്റും. അതിൻ്റെ 3 സോക്കറ്റ് ഉണ്ടായിരിക്കും. ആ സോക്കറ്റുകൾ അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക്
അതൊന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ക്ലോക്ക് സ്പ്രിങ്. ഇനി ഇത് അടിയിൽ 3 സോക്കറ്റ് ഉണ്ട്. ഫസ്റ്റ് സോക്കറ്റ് അയച്ചു. അപ്പോൾ ഈ ഒരു സോക്കറ്റ് അയക്കാണ്ട് അത് ചിലപ്പോൾ ചെറിയ ടൈറ്റ് ഉണ്ടായിരിക്കും. അത് സ്പൈറിംഗ് കേബിൾ പുറത്തേക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് വെച്ച് തിക്കി എടുത്താൽ കേട്ടോ. ഇനി അതിൻ്റെ നേരെ ബാക്കിൽ നീല കളർ ഉണ്ടോ, അവിടെ സോക്കറ്റ് ഉണ്ടായിരിക്കും. ആ സോക്കറ്റ് കൂടി അഴിച്ചെടുക്കുക. അപ്പോൾ അത് അഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ക്ലോക്ക് സ്പ്രിങ് ഇനി എങ്ങനെ അഴിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഞെട്ടും കാര്യങ്ങളൊന്നുമില്ല. അതവിടെ ലോക്ക് ഉണ്ട്. ആ ലോക്ക് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് താഴ്ത്തി കൊടുക്കുക. ഉണ്ട് അതേപോലെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ ആ ലോക്കൊന്ന് വിടും. നേരെ അപ്പുറത്തും ഉണ്ടായിരിക്കും, നേരെ മുകളിലും ഉണ്ടായിരിക്കും. ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആ ക്ലോക്ക് സ്പ്രിങ് അഴിക്കേണ്ടത് കേട്ടോ. ഇനി നേരെ പുതിയത് കൊടുന്ന് ഫിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഈ അഴിച്ച അതേപോലെ തന്നെ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ആ ക്ലോക്ക് സ്പ്രിങ് എങ്ങനെ, അതായത് ആ ഒരു ടേണിങ് ഉണ്ടല്ലോ അതെങ്ങനെ സെറ്റ് ചെയ്യേണ്ട ഒരു വീഡിയോ വേറെ ചെയ്യാം കേട്ടോ. അതിന് ഓരോന്നിനും ഓരോ ഇതുണ്ടായിരുന്നു. ചിലതിന് 5 ഉണ്ടായിരിക്കും, ചിലതിന് 6 അങ്ങനെ ഉണ്ട് ടേണിങ്. അത് കൂടുതലായി കഴിഞ്ഞാൽ ആ കേബിൾ പൊട്ടിട്ടോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റേ വീഡിയോൻ്റെ വീണ്ടും കാണാം. അപ്പോൾ ലൈക്ക് ഒരിക്കലും മറക്കരുത് കേട്ടോ. ലൈക്ക് ബട്ടൺ ഇപ്പോൾ തന്നെ അമർത്തിയേക്കാം കേട്ടോ.